നമ്മളിന്ന് പഴം വൈനാണ് തയ്യാറാക്കുന്നത്. അതിന് ഏറ്റവും നല്ലത് റോബസ്റ്റ, അതുപോലെ പാളംകുടം പഴം ഒക്കെ നല്ലതാണ്. എല്ലാ പഴം കൊണ്ടും നമുക്ക് വൈൻ തയ്യാറാക്കാം. ഇപ്പം ഞാൻ എടുത്തുള്ളത് റോബസ്റ്റ പഴമാണ്. ഏത് പഴം എടുത്താലും നല്ലോണം പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലോണം പഴുത്ത പഴമാണ് എടുത്തുള്ളത്, കണ്ടില്ലേ? നല്ലോണം പഴുത്തുണ്ട്. അത് 1 കിലോ പഴം എടുത്തിട്ടുണ്ട് ഞാൻ. ഈ നല്ലോണം പഴുത്ത പഴം ആകുമ്പോഴാണ് വൈനിന് നല്ല മധുരം വീര്യമൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് 1 കിലോ പഴം. പിന്നെ വേണ്ടത് 1 കിലോ പഴത്തിന് 750 ഗ്രാം പഞ്ചസാര എടുക്കണം. പിന്നെ സ്പൈസസ് എടുത്തുള്ളത് 5 ഏലക്കായ, പിന്നെ കറുവാപ്പട്ട, പിന്നെ സ്റ്റാർ, പിന്നെ 2 വറ്റൽമുളക്, പിന്നെ ഗ്രാമ്പൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഏലക്കായൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അതുപോലെ ഒന്ന് ചതച്ചാൽ മതി, അല്ലെങ്കിൽ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒരു കറക്കം ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കാറ്. ഗ്രാമ്പൂ അതും ഇതുപോലെ ഒന്ന്, പിന്നെ നമ്മുടെ സ്റ്റാർ പൊട്ടിയെടുത്തപ്പോൾ അതിനിങ്ങനെ, അതുപോലെ കറുവാപ്പട്ട. ഇപ്പോൾ ഈ പഴം വൈൻ നല്ല മധുരമുള്ള കാരണമാണ് ഞാൻ ഇപ്പോൾ ഇത് വറ്റൽമുളക് എടുത്തുള്ളത്. ഇതിങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ടാൽ മതി. പഴമൊക്കെ ഞാൻ ഉരിഞ്ഞിട്ട് നല്ലോണം പഴുത്തുണ്ട്, അതിന് ഈ കളറ്. അപ്പോൾ എന്നാലേ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ വൈന്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അരിയാം. ഇങ്ങനത്തെ കത്തി കൊണ്ട് അരിയാൻ ശ്രദ്ധിക്കണം, സ്റ്റീൽ കത്തി പോലത്തെ കത്തി കൊണ്ട്, അല്ലെങ്കിൽ പുളിപ്പ് വരും വൈനിന്. നല്ലോണം പഴുപ്പ് കൂടി അത്രയും ടേസ്റ്റ് കിട്ടും വൈനിന്. 10 ദിവസം കൊണ്ട് നമുക്ക് വൈൻ തയ്യാറാക്കാം. അപ്പം പഴമൊക്കെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് കൊണ്ടോ അതുപോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്മാഷർ കൊണ്ടോ ഒന്നിങ്ങനെ ഒന്ന് അമർത്തിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഒക്കെ നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഈ ഭരണി. ഒന്നല്ലെങ്കിൽ ചില്ല് പാത്രം അല്ലെങ്കിൽ ഭരണി, ഇതിൽ വേണം നമ്മൾ വൈൻ കെട്ടാനായിട്ട്. വൈൻ കെട്ടാൻ ഉപയോഗിക്കണം ഭരണി, അതിന് മാത്രമായിട്ട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മൾ മരത്തവി വേണം ഇളക്കാനായിട്ട്. നമ്മൾ സ്മാഷ് ചെയ്ത പഴം കുറച്ച് ചേർക്കുക അതിലേക്ക്. അതല്ല 1 കിലോനോളമാണ് ഞാൻ എടുത്തുള്ളത്. ഗോതമ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ വീര്യം കൂടും. അതാണ് ഗോതമ്പ് ഒഴിവാക്കിയത്. നല്ല കിക്ക് കിട്ടണമെങ്കിൽ ഒരു പിടി ഗോതമ്പും കൂടി ഇതിലേക്ക് ചേർത്താൽ മതി. പിന്നെ നമ്മൾ പഞ്ചസാര എടുത്ത് വെച്ചത് ചേർക്കണം. പിന്നെ വറ്റൽമുളക് സ്പൈസസും കൂടി ചേർക്കാം. 1 സ്പൂൺ ഈസ്റ്റോളം ചേർക്കാം. പിന്നെ നമ്മളൊരു മരത്തവി ഇതിന് മാത്രമായിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ട് നല്ലോണം ഇങ്ങനെ ഉടച്ച് ചേർക്കാം. പഞ്ചസാര ഈസ്റ്റും അതുപോലെ എല്ലാം കൂടി ചേരാൻ വേണ്ടി നല്ലോണം ഇങ്ങനെ കുത്തി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് ചൂടാറിയ വെള്ളം അതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ 1 കിലോ പഴത്തിന് 2 ലിറ്ററോളം വെള്ളം ചേർക്കാം. ഇത് ആക്ടിവേറ്റ് ആവാനുള്ള ഒരു സ്ഥലം ഭരണിക്ക് വേണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇപ്പോൾ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഭരണിയുടെ അളവ് കണ്ടില്ല, ഇത്രത്തോളമാണ് നമ്മൾ വെള്ളം ചേർത്തുള്ളത്. അതിനുശേഷവും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച്, അപ്പോൾ ഈസ്റ്റ് നല്ലോണം ആക്ടിവേറ്റ് ആയിക്കോളും. അപ്പോൾ ഭരണി മൂടി ഒരു വെള്ള തുണി കൊണ്ട് കെട്ടിവെക്കുക. ഇതിങ്ങനെ ഇളക്കി കണ്ടില്ലേ, ഈ ഒരു ഭാഗമാവും. എന്നിട്ട് നമുക്ക് മൂടി കൊണ്ട് മൂടാം. ഒരു തുണി വെച്ച് കെട്ടണം. എന്നിട്ട് നമ്മൾ ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഈ 10 ദിവസം നമ്മളിങ്ങനെ മരത്തവി കൊണ്ട് തന്നെ ഇളക്കണം. അത് മാക്സിമം നമ്മൾ രാത്രി ഇളക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും എടുത്ത് 10 ദിവസം ഇളക്കി നമുക്ക് വൈൻ എടുക്കാം. നമ്മൾ റോബസ്റ്റ പഴം കെട്ടിയ ഭരണിയത് ഇത് എല്ലാ ദിവസവും ഞാൻ തുറന്ന് ഇളക്കിയിരുന്നു. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഇളക്കണ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തുള്ളത്. എല്ലാ ദിവസവും ഒരേ നേരത്ത് വേണം നമ്മൾ ഇളക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തവി എടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളു കണ്ടില്ലേ, ഇതിപ്പോൾ 5ാമത്തെ ദിവസമാണ്. കണ്ടില്ലേ, നല്ലോണം ഫെർമെൻറ്റേഷനൊക്കെ നടന്നിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ 1 മിനിറ്റ് ഇങ്ങനെയൊന്ന് എല്ലാ ദിവസവും രാത്രി ഇതുപോലെ ഒന്ന് ഇളക്കി വെക്കണം. നല്ല ഉണങ്ങിയ തവി വേണം ഉപയോഗിക്കാനായിട്ട്. കണ്ട, ഇതായിരിക്കും ഇവിടെ വഴി, പഴത്തിൻ്റെ വഴി. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കെട്ടിവെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫെർമെൻറ്റേഷൻ നടക്കുന്ന വൈനായ കാരണം പെട്ടെന്ന് അതിലേക്ക് ചെറു ജീവികളൊക്കെ വരും. അത് കാരണം ഇതുപോലെ തന്നെ പെട്ടെന്ന് കെട്ടണം, നിറച്ച് കെട്ടണം. എന്നിട്ട് നമുക്ക് 10 ദിവസം കഴിയുമ്പോൾ ഊറ്റാം.
എന്നിട്ട് നമുക്കിത് ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കാം. അതായത് ഞാൻ കബേഡിൻ്റെ ഉള്ളിലാണ് വെക്കാറ്. നമ്മൾ റോബസ്റ്റ വൈൻ 10 ദിവസം കെട്ടിയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഇളക്കിയിരുന്നു. അത് നമ്മൾ 10 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കെട്ടഴിച്ചിട്ട് തുറക്കാം. എല്ലാ ദിവസവും ഇളക്കണം. ഇതുപോലെ നല്ല മരത്തവി എടുത്തിട്ട് വേണം ഇന്ന് ഇളക്കുന്നത്. കണ്ടില്ലേ, ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വൈൻ നല്ല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. ഒരു പാത്രം എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി, അതുപോലെ അരിപ്പി അതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി. വൈൻ കെട്ടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, എല്ലാതും വെയിലത്ത് വെച്ച് ഉണക്കണം. എന്നിട്ട് നമുക്കിത് ഊറ്റാം. അപ്പോൾ ഇങ്ങനെ ഊറ്റിയെടുക്കാം. അധികം പിഴിയേണ്ട ആവശ്യമില്ല, മട്ട് കൂടും അപ്പോൾ വൈനിന്. അപ്പം നമുക്ക് ഓരോ ട്രിപ്പായിട്ട് ഊറ്റാം. ഇതിലെ കൊറ്റം മാറ്റാം നമുക്ക്. അപ്പം നമ്മുടെ വൈനൊക്കെ ഊറ്റിക്കഴിഞ്ഞു. ഇതൊരു 10-15 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ തെളിഞ്ഞു കിട്ടും. നമ്മുടെ പഴം വൈൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാളംകുടം പഴം കൊണ്ടും റോബസ്റ്റോ കൊണ്ടും ഒക്കെ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ റോബസ്റ്റോ കൊണ്ടാണ് ഉണ്ടാക്കിയില്ല. പിന്നെ കളർ കിട്ടണമെങ്കിൽ കുറച്ചൊരു പഞ്ചസാര കരിച്ചിട്ട് ചേർക്കാം. അതിപ്പോൾ അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.